പത്താമിടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ജൂൺ മാസം 2-ാം തീയതി വ്യാഴം കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. ഏകദേശം 5 മാസത്തോളം കർക്കിടക രാശിയിൽ വ്യാഴം സഞ്ചരിക്കും. കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. അതായത് ഉച്ചരാശി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബലമുള്ള രാശി. ഒരു ഗ്രഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ബലമുള്ള രാശിയാണ് അതിൻ്റെ ഉച്ചരാശി എന്ന് പറയുന്നത്. കർക്കിടക രാശി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഗ്രഹം അതിൻ്റെ ഏറ്റവും വലിയ ബലത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഫലം ഏറ്റവും എഫക്റ്റീവായിട്ട് ജാതകനിൽ എത്തും എന്നാണ് പ്രമാണം. ഫലദാന വിഷയത്തിൽ ബലമാണ് പരമപ്രധാനം. അങ്ങനെ നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഗുണമുള്ളവർക്ക് കൂടുതൽ ഗുണവും ദോഷമുള്ളവർക്ക് കുറഞ്ഞ ദോഷവും, ചിലപ്പോൾ ചെറിയ തോതിലെങ്കിലും അത് ഗുണാനുഭവമായി മാറാനുള്ള സാധ്യതയുണ്ട്. ചാരവശാൽ 2, 5, 7, 9, 11 ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് ഗുണം. നമുക്ക് ഏതായാലും ഓരോ രാശി വെച്ച് നോക്കാം. ആദ്യം മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിൽ നിന്ന് 4-ലേക്കാണ് വ്യാഴത്തിൻ്റെ പോക്ക്. 4-ൽ വ്യാഴകം കണ്ടകവ്യാഴൻ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും 4-ാം ഭാവത്തിൽ വ്യാഴം ഭൗതിക നേട്ടങ്ങൾ തരും. പ്രത്യേകിച്ച് കർക്കിടക രാശി ആയതിനാൽ ശുഭഗ്രഹമായ സർവേശ്വരനായ വ്യാഴം ഏറ്റവും കൂടുതൽ ബലത്തോടുകൂടി നിൽക്കുന്നതിനാൽ 4-ാം ഭാവത്തിൻ്റെ കണ്ടകദോഷം ഇവിടെ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ ഭൗതിക നേട്ടങ്ങൾ, വീട് വയ്ക്കുക, വീടിൻ്റെ പൂർത്തീകരണം സാധ്യമാക്കുക, അതുപോലെ തന്നെ വാഹനം പുതിയത് വാങ്ങുക, പൊതുവെ അവർ ഇടപെടുന്ന സമൂഹത്തിൽ അവർക്ക് അഭിമാനപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുക, ധനപരമായ നേട്ടമുണ്ടാവുക, മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുക, മംഗളാദി കർമ്മങ്ങൾ, വിവാഹം ഉൾപ്പെടെയുള്ള, വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള ശുഭകരമായ കാര്യങ്ങൾ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസം മുതൽ നവംബർ തുടക്കം വരെ ആസ്വദിക്കാനുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 3-ലോട്ടാണ് പോകുന്നത്. 3-ൽ വ്യാഴം സഞ്ചരിക്കുന്നത് അത്ര നല്ലതല്ല. എന്തുകൊണ്ടെന്നാൽ 3-ലെ വ്യാഴം പരുങ്ങലിലാക്കും സാമ്പത്തികത്തെ എന്നാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യാഴം അതിൻ്റെ ഉച്ചരാശിയിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇടവം രാശിക്കാർക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഔത്സുക്യം, അതായത് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ശേഷി, ഉത്സാഹം ഇതെല്ലാം ഉണ്ടാവും. അവരെ ഒരുപാട് പേർ സഹായിക്കാനുണ്ടാകും. സഹോദര സ്ഥാനത്തുള്ളവരും ബന്ധുസ്ഥാനത്തുള്ളവരും സഹായിക്കും. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ അവർക്ക് ഗുണമുണ്ടാകും. അതുപോലെ തന്നെ പൊതുവെ അവരുടെ ബുദ്ധി, വീര്യം ഇതെല്ലാം വർദ്ധിക്കാനാണ് സാധ്യത. അതുകൊണ്ട് കർമ്മശേഷി വർദ്ധിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും 3-ലേക്ക് വ്യാഴം പോകുന്നതിൻ്റെ ദോഷം ഈ ജൂൺ 2 മുതൽ ഒക്ടോബർ അവസാനം വരെ, അതായത് നവംബർ തുടക്കം വരെ ദോഷം കാണില്ല എന്ന് വേണം തീരുമാനിക്കാൻ. മിഥുനക്കുള്ള നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹമുള്ള സമയമാണ്. വ്യാഴം 2-ാം ഭാവത്തിലേക്കാണ് പോകുന്നത്. പൊതുവേ തന്നെ അവർക്ക് കണ്ടകശനിയുണ്ട്. അപ്പോൾ പ്രവർത്തനങ്ങളിൽ തടസ്സമുണ്ട്. പക്ഷേ 2-ലോട്ട് വ്യാഴം പോകുമ്പോൾ, ജന്മത്തിൽ നിന്നും 2-ലേക്ക് വ്യാഴം പോകുമ്പോൾ 2 ധനം, കുടുംബം, പൂർവിക സ്വത്ത്, അതുപോലെ തന്നെ വാക്ക്, അവരുടെ സംസ്കാരം, വിദ്യാഭ്യാസം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് 2-ാം ഭാവം. കുടുംബത്തെയും 2-ാം ഭാവം ധ്വനിപ്പിക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ ഐശ്വര്യം, ധനപരമായ നേട്ടം, ജോലി സ്ഥലത്ത് കൂടുതൽ മികവ്, അതുവരെ ഉണ്ടായിരുന്ന കർമ്മരംഗത്തെ തടസ്സങ്ങൾക്ക് മാറ്റം, കണ്ടകശനി ഏൽപ്പിക്കുന്ന തടസ്സങ്ങൾ ഒരു പരിധിവരെ അല്ലെങ്കിൽ ഏകദേശം പകുതിയോളം വ്യാഴത്തിൻ്റെ ഈ ബലം കൊണ്ട് മാറാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും ലോട്ടറി വരെ അടിക്കാനുള്ള ഭാഗ്യവും മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം സമ്മാനിക്കും. ഉച്ചരാശിയാണെന്നും ഓർക്കുക. വിവാഹം ഉൾപ്പെടെയുള്ള മംഗളാദി കർമ്മങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. അതുപോലെ കർക്കിടക രാശിക്കാണെങ്കിൽ, കർക്കിടക രാശി എന്ന് പറയുമ്പോൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ജന്മത്തിലേക്കാണ് വ്യാഴം വരുന്നത്. ജന്മശനി എന്ന് പറഞ്ഞാൽ കണ്ടകശനിയുടെ ഒരു ഭാവം, കണ്ടക വ്യാഴത്തിൻ്റെ ഒരു ഭാവം തന്നെയാണ്. ചന്ദ്രൻ്റെ 1-ലും 4-ലും 7-ലും 10-ലും കേന്ദ്രങ്ങളിൽ സഞ്ചരിക്കുന്ന കാലം കണ്ടകം എന്ന് പറഞ്ഞാൽ കേന്ദ്രം എന്നാണ് അർത്ഥം. അപ്പോൾ കേന്ദ്രഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ദോഷത്തെ ആണ് പ്രധാനമായും ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുള്ളത് ചാരവശാൽ. പക്ഷേ ഇവിടെ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ആ ദോഷം കർക്കിടക രാശിക്ക് ബാധിക്കില്ല എന്ന് വേണം പറയാം. അതുകൊണ്ട് വ്യാഴം സമ്മാനിക്കുന്ന ധനപരമായ നേട്ടവും ഐശ്വര്യവും മംഗളാദി കർമ്മങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ പറയുന്ന കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും അനുഭവവേദ്യവും. മാത്രമല്ല ചാരവശാൽ ചന്ദ്രൻ്റെ 9-ാം ഭാവാധിപത്യം വ്യാഴത്തിനുള്ളത് കൊണ്ട് ഭാഗ്യം ഇവരെ തുണയ്ക്കും എന്നു തന്നെയാണ് കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയാനുള്ളത്.
അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 12ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. 12 വ്യയസ്ഥാനമാണ്, നഷ്ടസ്ഥാനമാണ്. എന്നാലും വ്യാഴം അവിടെ ഉച്ചസ്ഥനായതുകൊണ്ടും 5ാം ഭാവാധിപതി ഉച്ചസ്ഥനായി നിൽക്കുന്നതുകൊണ്ടും നഷ്ടപ്പെട്ട ഭാഗ്യവും കാര്യങ്ങളും അവർക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കണം. പിന്നെ 12ലെ വ്യാഴം ദോഷമൊന്നുമല്ല. തീർത്ഥാടനം ഉൾപ്പെടെയുള്ള ഉടനെ ലാഭം കിട്ടാത്ത കാര്യങ്ങൾക്ക് അനുഗ്രഹിക്കുന്ന ഭാവമാണ് 12ാം ഭാവം. തീർത്ഥാടനം നടത്തുക, ഇഷ്ടപ്പെട്ട ദേവാലയങ്ങളിൽ എത്ര ദൂരെയായാലും പോകാൻ സാധിക്കുക, അതിനായി പണം ലഭിക്കുക, അതുപോലെ മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ വിവാഹം, അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ, സ്വന്തം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസം, ജോലിയുടെ ഭാഗമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായുള്ള പരീക്ഷകൾ, അതിനുള്ള ചിലവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ഈ 12ലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം കൊണ്ട് ഇവർക്ക് അനുഗ്രഹമായി നൽകും. അതുകൊണ്ട് സ്വാഭാവികമായും ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അത് ഗുണമാണ്. സന്താന ലബ്ധിക്ക് സാധ്യത കാണുന്നുണ്ട്. കാരണം 5ാം ഭാവാധിപൻ പോയി 12ൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഉച്ചസ്ഥനായതുകൊണ്ട് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത്. 11ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴം 2ഉം 11ഉം ധനസ്ഥാനമായതിനാൽ ചാരവശാൽ 11ാം ഭാവത്തിലേക്ക് വ്യാഴം സഞ്ചരിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തികമായ പരാധീനതകൾക്ക് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വളരെ വലിയ സഹായം വരുന്നുണ്ട്. തീർച്ചയായും അവർക്ക് കണ്ടകശനി ഉണ്ട്. എന്നാലും വ്യാഴത്തിൻ്റെ ഈ വരവ് മാത്രമല്ല, വ്യാഴം കർക്കിടക രാശിയിൽ നിന്നുകൊണ്ട് മീനം രാശിയിലേക്ക് ദൃഷ്ടിയുണ്ട്. 9ാം ഭാവത്തിലെ ദൃഷ്ടി കൃത്യം ശനിയെയാണ് സ്വാധീനിക്കുക. അതുകൊണ്ട് ശനിയുടെ ദോഷവശം മാറുന്നു എന്ന് വേണം ചിന്തിക്കാൻ. അപ്പോൾ കന്നിക്കൂറിൽപ്പെട്ടവരുടെ കണ്ടക വ്യാഴം എന്ന് പറയുന്ന അവസ്ഥ മാറുന്നു. അത് ഈ പറയുന്ന മീനക്കൂറിൽപ്പെട്ടവരുടെ കണ്ടവ്യാഴത്തിനും കുറയും, ചിങ്ങക്കൂറിൽപ്പെട്ടവരുടെ അഷ്ടമ ശനിക്കും കുറയും. അപ്പോൾ ശനി ആർക്കൊക്കെ ദോഷമുണ്ടോ അവർക്കൊക്കെ ജൂൺ 2 മുതൽ നവംബർ വരെയുള്ള കാലത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാൽ അതിന് ദോഷക്കുറവ് സംഭവിക്കാം തീർച്ചയായിട്ടും. അപ്പോൾ മിഥുനക്കൂറിന് ആ ദോഷം കുറയും. അതുപോലെ തന്നെ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 9ൽ ഭാഗ്യസ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ട് അവർക്കും ആ ഭാഗ്യസ്ഥാനത്തുള്ള ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കും. അതുപോലെ ചിങ്ങക്കൂറിന് അഷ്ടമത്തിലാണ്. അഷ്ടമശനിയുടെ ദോഷങ്ങൾ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാൽ മാറ്റം വരും. അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ പറയുന്ന കർക്കിടക രാശിയിലേക്കുള്ള മാറ്റം പല തരത്തിൽ പല വ്യക്തികൾക്കും പല നക്ഷത്രക്കാർക്കും ഗുണത്തെയാണ് സമ്മാനിക്കുക എന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ കന്നിക്കൂറിന് 11ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ധനപരമായ നേട്ടം, ലോട്ടറി അടിക്കാനുള്ള സാധ്യത, അതുവരെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുക, യാത്ര കൊണ്ട് ഗുണം കൂട്ടുക തുടങ്ങിയ ഒരുപാട് ഗുണങ്ങൾ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് പ്രതീക്ഷിക്കാം. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. അവർക്ക് 9ാം ഭാവത്തിൽ നിന്ന് 10ലോട്ടാണ് വ്യാഴം വരിക. തീർച്ചയായും 9ാം ഭാവം ബുധൻ്റെ രാശിയാണ്. മിഥുനം രാശിയിൽ വ്യാഴത്തിന് അത്ര ബലമില്ല. എന്നാൽ സ്വാഭാവികമായും 10ലോട്ട് വരുമ്പോൾ കർക്കിടക രാശിയിലോട്ട് വ്യാഴത്തിന് ഉച്ചബലമാണ്. നേരത്തെ നിന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ബലം വ്യാഴത്തിനൂടെ വരുന്നു. സ്വാഭാവികമായും കർമ്മരംഗം കുറച്ചുകൂടി വിപുലപ്പെടും. അനുഗ്രഹങ്ങളാൽ കർമ്മരംഗം വളരെ ശോഭിക്കപ്പെടും. അതുകൊണ്ട് തന്നെ വരുമാന മാർഗം വർദ്ധിക്കും. അതുകൊണ്ട് പൊതുവേ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങളും ഒക്കെ മാറും. ഈശ്വരാധീനം വർദ്ധിക്കും. പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിജയമുണ്ടാവും. ഉച്ചരാശിയായതിനാൽ 10ലെ വ്യാഴം ചെയ്യുന്ന ദോഷങ്ങളെ അത് കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ ശനിയുടെ ദോഷങ്ങളെ ദൃഷ്ടിയാൽ അകറ്റുകയും ചെയ്യും. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തേക്കാൾ അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവർക്ക് അഷ്ടമ വ്യാഴനായിരുന്നു. ആ വ്യാഴമാണ് 9ലേക്ക് വരുന്നത്. സ്വാഭാവികമായും അഷ്ടമ വ്യാഴം ബുധൻ്റെ രാശിയിൽ നിൽക്കുമ്പോൾ വ്യാഴത്തിന് ബലക്കുറവാണ്. മാത്രമല്ല അഷ്ടമത്തിൽ നിൽക്കുന്നുകൊണ്ട് ദോഷത്തെ ചെയ്യുകയും ചെയ്യും. എന്നാൽ 9ൽ വരുമ്പോൾ വളരെയധികം ബലം വ്യാഴത്തിന് വർദ്ധിക്കുകയും അത് 9ാം ഭാവം ഈശ്വരാധീനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഭാവമാണ്. അതുകൊണ്ട് ഈ പറയുന്ന വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അനിഴം, തൃക്കേട്ട, അതുപോലെ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം നക്ഷത്രക്കാർക്ക് പൂർവ്വ പുണ്യം, അനുഗ്രഹം, ഈശ്വരാധീനം, ഗുരുകടാക്ഷം ഇതെല്ലാം ഉണ്ടാകുന്നു. വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് ഗുണം, വിദേശത്ത് താമസിക്കുന്നവർക്ക് ഗുണം, ഈ നക്ഷത്രക്കാരിൽ സാമ്പത്തികമായ വർധനവ്, ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കൽ, സന്താനലബ്ധി, ഐശ്വര്യം, മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക തുടങ്ങി ഒരുപാട് സർവൈശ്വര്യങ്ങൾ വരുന്ന ഒരവസ്ഥയാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് 7ൽ നിന്നിരുന്ന വ്യാഴമാണ് 8ലോട്ട് പോകുന്നത്. 8ൽ പോകുമ്പോൾ സ്വാഭാവികമായും നഷ്ടം അല്ലെങ്കിൽ ദോഷം എന്ന് വിചാരിക്കാമെങ്കിലും ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, കർക്കിടക രാശിയിൽ വ്യാഴം ഒട്ടുമേ ദോഷം ചെയ്യില്ല എന്നാണ് പ്രമാണം. ഒരു ശുഭഗ്രഹത്തിന് ബലം വർദ്ധിക്കുമ്പോൾ അത് സമ്മാനിക്കുന്ന ഗുണങ്ങൾക്ക് മേന്മ വർദ്ധിക്കും.
ദോഷഫലങ്ങൾ ഒട്ടും തന്നെ ഉണ്ടാവണമെന്നുമില്ല. അപ്പോൾ ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കൂറിൻ്റെ അധിപൻ തന്നെ വ്യാഴമാണ്. അത് 8-ൽ ഉച്ചാവസ്ഥയിൽ പോകുന്നതുകൊണ്ട് ദോഷമൊന്നും ചെയ്യില്ല. മാത്രമല്ല ഇതുവരെ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ എല്ലാവിധത്തിലും അലട്ടിയിരുന്ന 4-ാം ഭാവത്തിൽ 10-ാം ഭാവത്തിൽ ദൃഷ്ടിയുമായി നിന്നിരുന്ന കണ്ടകശനിയുടെ ദുസ്വാധീനം ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാൽ കുറയും. അപ്പോൾ 8-ലെ വ്യാഴത്തിൻ്റെ ദോഷം അനുഭവിക്കേണ്ടിയും വരില്ല, മറിച്ച് ഈ കണ്ടക ശനിയുടെ ദോഷത്തെ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ കുടുംബത്തിൽ അസമാധാനം ഉണ്ടായിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു, കുടുംബത്തിൽ സമാധാനം കൈവരുന്നു, പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ ഒരുപാട് സമാധാനം കൈവരുന്നു, സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു, ധനലാഭം പലയിടങ്ങളിൽ നിന്നും ഇവർക്ക് സാധിക്കുന്നു. മുമ്പ് ഭീഷണിപ്പെടുത്തിയിരുന്ന പല അവസ്ഥകളിൽ നിന്നും ഇവർക്ക് ആശങ്കകളിൽ നിന്നുമൊക്കെ ഇവർക്ക് മാറ്റമുണ്ടാകുന്നു, മനസ്സിന് സമാധാനം ലഭിക്കുന്നു, ആഗ്രഹ സഫലീകരണം ഉണ്ടാകുന്നു. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് 6-ൽ നിന്നിരുന്ന വ്യാഴമാണ് 7-ലോട്ട് വരുന്നത്. 7 നിവൃത്തി സ്ഥാനമാണ്. സ്വാഭാവികമായും വ്യാഴത്തിൻ്റെ ആ വരവ് ഇവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അനുഗ്രഹം നൽകും. അതുപോലെ തന്നെ ധനപരമായ നേട്ടം, ജീവിത പങ്കാളിക്ക് ജോലി, ജീവിത പങ്കാളിയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഗുണം, കുടുംബത്തിൽ മൊത്തത്തിൽ സമാധാനം, വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ വിദേശത്ത് വാസമോ സ്ഥിരമാകുന്നു, വിദേശയാത്ര സഫലമാകുന്നു, അവിടെ ജോലി ലഭിക്കുന്നു, വിദേശത്ത് പഠിക്കാൻ പോകുന്നവർക്ക് ഗുണമുണ്ടാകുന്നു. ഇപ്പോൾ സാമ്പത്തിക നേട്ടം, ലോട്ടറി ഭാഗ്യം, പ്രവർത്തനങ്ങളിൽ വിജയം, ആഗ്രഹ സഫലീകരണം, ധനനേട്ടം എല്ലാം തന്നെ ഈ പറയുന്ന മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്നു. അതായത് ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ൽ നിന്നിരുന്ന വ്യാഴമാണ് 6-ലോട്ട് പോകുന്നത്. 5 മാസത്തേക്ക് വ്യാഴം 6-ലാണ് സഞ്ചരിക്കുന്നത്. 6-ൽ സഞ്ചരിക്കവേ വ്യാഴത്തിന് ഉച്ചരാശി ആയതിനാൽ കടബാധ്യതയുണ്ടാക്കുകയോ ശത്രുവിനെ വർദ്ധിപ്പിക്കുകയോ ചെയ്യില്ല, ഉദരസംബന്ധമായ രോഗം വരുത്തില്ല. മറിച്ച് ഇവിടെയൊന്നും ദോഷമുണ്ടാകില്ല എന്നൊരവസ്ഥ ചിന്തിക്കാം. ഗുണം ഉണ്ടാവണം എന്നില്ലെങ്കിലും ദോഷമുണ്ടാവില്ല എന്തായാലും കുംഭക്കൂറുകാർക്ക്. അതേസമയം തന്നെ ഈ ദൃഷ്ടി കൊണ്ട് 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയുടെ ദോഷത്തെ കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചിലപ്പോൾ ഈ 6-ൽ നിൽക്കുന്ന വ്യാഴം ബലവാനാണെങ്കിൽ വായ്പ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുവദിച്ച് കിട്ടുന്നതായി കാണുന്നു. അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്ക് ആ മുടക്കവും തടസ്സവുമൊക്കെ മാറി മുന്നോട്ട് പോകാനുള്ള അവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ സാമ്പത്തിക നേട്ടം വായ്പയായിട്ടാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ബലമായി കയ്യിൽ വരുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിൽ ശത്രുതാഭാവത്തിൽ നിന്നിരുന്ന ആൾക്കാർ ഇവരോട് കൂടുതൽ ഇഷ്ടമനോഭാവത്തിൽ വരുന്നു. കുടുംബത്തിലെ വഴക്കും കലഹങ്ങളുമൊക്കെ അവസാനിച്ച് ഒന്നാകുന്ന അവസ്ഥയും 6-ലെ വ്യാഴം ഉച്ചസ്ഥനായതിനാൽ നൽകും. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ പെട്ട നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ൽ നിന്ന് 5-ലോട്ടാണ് ശനിയുടെ മാറ്റം. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ൽ നിന്ന് 5-ലോട്ടാണ് വ്യാഴത്തിൻ്റെ മാറ്റം. ഈ വ്യാഴമാറ്റം മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കർക്കിടക രാശി ആയതിനാൽ ഉച്ചഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നത്. അപ്പോൾ ഭാഗ്യം അതിൻ്റെ ഉച്ചാവസ്ഥയിൽ എത്തുന്നു എന്ന് വേണം സങ്കല്പിക്കാൻ. അതായത് 5-ാം ഭാവം കൊണ്ട് മനസ്സിന് സമാധാനം കൈവരുന്നു, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു, സന്താനങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകുന്നു, സന്താനങ്ങളില്ലാത്തവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ശുശ്രൂഷയോ കാര്യങ്ങളോ നടത്തുന്നവർക്ക് അത് സാധ്യമായി വരുന്നു, വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയിൽ ഗുണമുണ്ടാകുന്നു, പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സമോ മാന്ദ്യതയോ ഒക്കെ മാറി അത് കൂടുതൽ ആക്റ്റീവായി കൂടുതൽ ഔത്സുക്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നു, ഊർജ്ജസ്വലമായി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. എല്ലാത്തിലും വലുതായി ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നു, ഭാഗ്യദേവത ഈശ്വരൻ കടാക്ഷിക്കുന്നു. പാതി ചെയ്താൽ പാതിയുടെ ഇരട്ടിയായി ഈശ്വരാനുഗ്രഹം വരുന്നു, ധനപരമായ നേട്ടം, ലോട്ടറി അടിക്കാനുള്ള സാധ്യത, മറ്റേതെങ്കിലും തരത്തിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഒരു അത്ഭുതം പോലെ നടക്കാനുള്ള സാധ്യത എല്ലാം തന്നെ ഇവർക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ പൊതുവെ എല്ലാ രാശിക്കാർക്കും 12 രാശിക്കാർക്കും ഈ വ്യാഴമാറ്റം കൊണ്ട് ഗുണമായിരിക്കും ഉണ്ടാവുക. ദോഷം വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ചിലപ്പോൾ ചോദിച്ച ഈ ശനിയുടെ ദോഷം, അതായത് ശനിയെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ശനിയുടെ ദോഷവും കുറയും. അപ്പോൾ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ ജന്മശനിയുടെ ദോഷത്തിന് കുറവുണ്ടാകും. എല്ലാം കൊണ്ടും വ്യാഴത്തിൻ്റെ മാറ്റം അനുഗ്രഹമാകാനാണ് സാധ്യത. എല്ലാവർക്കും അങ്ങനെയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.